അമ്മച്ചി ഇന്നൊരു ബർത്ത്ഡേ റീല തക്കട് വന്ന ശേഷമുള്ള വിശാഖിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രാൻഡ് ആക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ ടാസ്ക് ഡ്രസ്സായിരുന്നു. എന്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, തക്കട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേപോലെ തീം കളർ ഡ്രസ്സ് എടുക്കണമെന്ന്. അതിന് ഞങ്ങൾ ചൂസ് ചെയ്തത് J@Y ബൈ ജോസഫ് ആണ്. ഇവർക്കിവിടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ആണ്. നമുക്ക് എങ്ങനത്തെ ഡിസൈൻ ആൻഡ് ക്ലോത്തിങ് വേണമെന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ മനസ്സിൽ കണ്ട പോലെ തന്നെ ചെയ്തു തരും. മാത്രമല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു റെഡിമെയ്ഡ് മേടിക്കുന്ന പൈസ ആകുന്നുള്ളൂ. വിശാഖിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇന്നലെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് ഇന്ന് ഞാനും തക്കടും അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമുക്ക് പോയി വാങ്ങിട്ട് വരാം. പോയി വാങ്ങിച്ചിട്ട് വരാം. അടുത്ത ടാസ്ക് കേക്കാണ്. അത് ഞങ്ങൾ ചൂസ് ചെയ്തത് ഞങ്ങളുടെ ഫ്രണ്ട് നീലൂസ് ബേക്കോൺ ആണ്. ഹോംമെയ്ഡ് ഡിസൈനർ കേക്കാണ്. ഞങ്ങൾ തലേ ദിവസമാണ് ഓർഡർ കൊടുത്തത്, പക്ഷെ പിറ്റേന്ന് തന്നെ റെഡിയാക്കിട്ടോ. നിങ്ങളുടെ മനസ്സിലെ തീം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ ഡെലിവറി ചെയ്യും. ഈ 2 ടാസ്കും നല്ല അഫോർഡബിൾ ആൻഡ് മനസ്സിന് പിടിച്ച പോലെ തന്നെ കിട്ടി. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 2 ടാസ്ക്. ഇനി 3rd ടാസ്ക് ഡെസ്റ്റിനേഷൻ ആണ്. തക്കുവിന്റെ ആദ്യത്തെ ഔട്ടിംഗ് ആയതുകൊണ്ട് അധികം ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ പോയത് കൊച്ചി അടുത്ത് തന്നെ വരാപ്പുഴയുള്ള റിവർ വിഷ്പർ റിസോർട്ടാണ്. ഇവർക്ക് വില്ല ആൻഡ് ഹോം സ്റ്റേസ് ഉണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് വില്ലയാണ്. സിറ്റിയിൽ നിന്ന് മാറി വളരെ സൈലന്റ് ആയ ഒരു സ്ഥലം. ഒരു ഗ്രൂപ്പോ ഫാമിലിയോ ഒക്കെ ആയിട്ട് വന്നാൽ അടിച്ചു പൊളിക്കാം. ഇവിടെ ഒരു കോട്ടേജ് ഫുൾ 2 റൂം ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്കൊരു പൂൾ ഏരിയ, പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് ആൻഡ് നല്ല ഹോസ്പിറ്റാലിറ്റി. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. പൂളിന്റെ സൈഡിൽ നിന്ന് ടീ ഒക്കെ കുടിച്ച് മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്യാം, മഴ പെയ്യുമായിരിക്കും. നല്ലൊരു പ്രൈവസി കിട്ടുന്ന പ്ലേസ് കൂടിയാണ് കേട്ടോ. ഇവിടെ നല്ല പൂളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലേസ് നമുക്ക് നല്ല പ്രൈവസി തരുന്നൊരു പ്ലേസ് ആണ്. പിന്നെ നല്ല പൂന്തോട്ടമൊക്കെ ആയിട്ട് രാവിലെയൊക്കെ മോർണിംഗ് ഒക്കെ നല്ല രസമായിരിക്കും. അങ്ങനെ കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു. വൈകിട്ട് ഞങ്ങൾ പൂൾ സൈഡിൽ ഡിന്നറും സെറ്റാക്കി. പിറ്റേ ദിവസം ഞങ്ങൾ ഇവരുടെ തന്നെ കയാക്കിംഗ് ട്രൈ ചെയ്തു. റിവർ സൈഡ് തന്നെയാണ് ഇവരുടെ പ്രോപ്പർട്ടി. ഞങ്ങൾ രാവിലെ തന്നെ കയാക്കിങ്ങിൽ പോവാണ്. തക്കടുവിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. നമ്മൾ താമസിക്കുന്ന വില്ലേന്നൊരു കുറച്ച് അടുത്ത് തന്നെയാണ് ഈ കയാക്കിങ്. ഇവർക്ക് തന്നെ 2 പ്രോപ്പർട്ടി ഉണ്ട്.
അടുത്ത് തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. തക്കടൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ആൾക്ക്. കാരണം ഇവിടെ വന്നിട്ട് പഴക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഫുൾ ടൈം കാഴ്ചയൊക്കെ കണ്ടിട്ടിരിക്കുകയായിരുന്നു. നമ്മളെത്തി ഇത്ര ദൂരമേ ഉള്ളൂ കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇവിടേക്കാണ് പോവാണ് തക്കടു. അങ്ങനെ നമ്മളെത്തി ഗൈസ്, ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കും. ചിരിക്കില്ലേ ചിരിക്കില്ലേ ചിരിക്കില്ല മസിൽ എന്താ എത്തി പോവണ്ടേ നമുക്കിതില്? രാവിലെ തന്നെ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. 8 o'clock ആയി, അതുകൊണ്ട് ചെറിയൊരു വെയിലുണ്ട്. തക്കു ഭയങ്കര കാര്യമായിട്ട് ഫസ്റ്റ് ടൈം കാണുകയല്ലേ. നമ്മുടെ കല്യാക്കിങ്ങിന് പോകാനുള്ള റെഡി ആയിട്ടുണ്ട്. വിശാഖ് പോകാൻ വേണ്ടി റെഡി ആവാണ്. ഉണ്ട് എനിക്കും, പക്ഷേ എനിക്ക് വെള്ളത്തിന്റെ നടുക്കെത്തുമ്പോ തല ചുറ്റും. ഞങ്ങൾ വെള്ളത്തിൽ പോകുന്ന കണ്ടിട്ട് തക്കടൂനും കൊതിയായിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു പെഡലിംഗ് ബോട്ടിൽ കയറി. അങ്ങനെ സെൽഫ് ബോട്ടിംഗ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ കുഞ്ഞു അവൻ ഞങ്ങളുടെ തക്കടുവായി. ഇവനെ തന്നാ മതി. ആൾക്ക് കേറാൻ തോന്നിയിട്ട് ഞങ്ങളൊന്ന് കേറി നോക്കാം. എന്റെ അടുത്ത് വീഴൂ. അയ്യോ അമ്മ എന്നെ ചവിട്ടി തന്നെ. ഞാനും ചവിട്ടണോ അല്ലേ? വെയിൽ ചെറിയൊരു വെയിലുണ്ടായത് ഞങ്ങളുടെ തക്കുന് ക്യാപ്പൊക്കെ ഇട്ടിട്ട്. തക്കു എങ്ങനെയുണ്ട് തക്കു? പതുക്കെ ചവിട്ടണമെന്ന് പറഞ്ഞായിരുന്നു. ഹേ തക്കു, ഹേ. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ചെറിയ വെയിലുണ്ടല്ലേ, നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങണമായിരുന്നു. 7 മണിക്കാണ് പ്ലാൻ ചെയ്തേ. പക്ഷെ ഞങ്ങളുടെ രാത്രി എഴുന്നേക്കലും കാര്യങ്ങളും തക്കുവിന് പാൽ കൊടുക്കലും എല്ലാം ആയിട്ട് ഞങ്ങളത് കിടക്കാനൊക്കെ കുറച്ച് ലേറ്റായി. പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റപ്പോഴും ലേറ്റ് ആയിരുന്നേ. അതുകൊണ്ട് ഞങ്ങളൊരു 8 മണിക്കാണ് ഇറങ്ങണത്. അപ്പോഴത്തേക്കിന് ഈ ഒരു ചെറിയ വെയിൽ വന്ന്, രാവിലത്തെ വെയിലായതുകൊണ്ട് കുഴപ്പമില്ല. തക്കുവിൻ്റെ ഫസ്റ്റ് ടൈം ബോട്ടിംഗ് ആണ് കേട്ടോ ഗൈസ്. തക്കു ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കാൻ വേണ്ടി ഒന്ന് അടുത്തേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ സേഫ് ഗാർഡൊന്നും ഇട്ടില്ല. തക്കുവിൻ്റെ ദേഹത്തൊക്കെ കൊണ്ടുകയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്താറായിട്ട് അങ്ങനെ ചവിട്ടി 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 ക്ഷീണിച്ച് ഞങ്ങൾ ഇവിടെ വരെ എത്തിന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ അടിച്ച് പൊളിച്ചു.